പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ പോലീസ് സ്റ്റേഷനിലെ മൂന്നാം മുറയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വലിയ രീതിയിൽ ഇടം പിടിക്കുന്നുണ്ട് അല്ലേ? ഒന്നല്ല രണ്ടല്ല, പല സ്റ്റേഷൻ. നമ്മളിപ്പോൾ ആദ്യം കുന്നംകുളത്ത് നിന്ന് തുടങ്ങി, പിന്നീട് നമ്മൾ പീച്ചിയിലെ കാര്യം കേട്ടു, കോഴിക്കോട്ടെ കാര്യം കേട്ടു, അതിന് പിന്നാലെ അടൂരിൽ നടന്ന സംഭവം കേട്ടു. ഇപ്പോൾ വീണ്ടും ഏറെക്കുറെ ഇതിന് സമാനമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പോകുന്നത്. കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് സഹോദരങ്ങൾ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നാണ് വേങ്ങേരി കാട്ടിൽ പറമ്പത്ത് മുഹമ്മദ് മുസ്തഫയ്ക്കും സഹോദരൻ മുഹമ്മദ് മുനീഫിനും സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റത്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. ആദ്യം പ്രതികരണങ്ങൾ കേൾക്കാം. വീഡിയോ എടുത്ത അധികാരം ഉണ്ട് ഇവിടെ. വീഡിയോ എടുത്ത അധികാരം ഉണ്ട് ഇവിടെ. ൂടെ ഞാനെൻ്റെ കാക്കോണി പോകുമ്പോൾ വണ്ടിയെ റോഡിൽ നിന്ന് ഒരു ബൈക്കൊരു ഉരസി. അപ്പോൾ നമ്മൾ കുറച്ച് സംസാര വിഷയമായിട്ട് വെച്ച് ചെങ്ങൻ ബ്ലോക്കായി. അപ്പോൾ അവിടെ നിന്ന് ട്രാഫിക് പോലീസ് വന്നിട്ട് എന്താ പറയുക, ഫോട്ടോ ഒക്കെ എടുത്ത് ഫൈനാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ കാര്യം പറഞ്ഞതേനു, ഇങ്ങനെ വണ്ടി തട്ടിക്കണേ. ഇപ്പോൾ ഓപ്പോസിറ്റ് ആൾ വിളിക്കില്ല. അപ്പോൾ നമ്മൾ പരാതി തരാൻ പറഞ്ഞ് ഒരു ഓപ്പോസിറ്റ് ആളെ വിളിച്ചു. വന്നപ്പോഴേനും അവർ തമ്മിൽ എന്തോ പരിചയമുള്ള ആളാണ്, ഒരു ഭയങ്കര കോണ്ടാക്ട് നമ്മളൊരു ഒറ്റപ്പെടുത്തി. അപ്പോൾ എൻ്റെ ബ്രദർ ഉണ്ടെങ്കിൽ കൂടെ ഓൻ പറഞ്ഞ് വണ്ടി തട്ടിക്കണേ, പാടോ കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കാര്യമൊക്കെ ഉണ്ടേനു. അപ്പോൾ പോലീസുകാർ വന്നിട്ട് പരാതി മടക്കിയിട്ട് ഓരോ കീശ കിട്ടിട്ട് പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ലാണ്ടെങ്കിൽ തുടച്ച്. അപ്പോഴാണ് എൻ്റെ ബ്രദറുടെ വീഡിയോ എടുത്ത്. അപ്പോൾ പോലീസുകാർ അതിൽ കുറേ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞ് ബ്രദർ നിന്നിട്ടില്ല. അപ്പം അങ്ങനെ ബ്രദറിനെ പിടിച്ചുകൊണ്ടുവന്ന വീഡിയോ ആണ് അത്. ആ വീഡിയോ ആണ് ഞാനെടുത്ത്. അപ്പോൾ ഇനി ഉള്ളിൽ കയറ്റി പിന്നെ 2 ആൾ ഫോണും പിടിച്ചു പിന്നെ സ്റ്റേഷനുള്ളിൽ കൊണ്ട് സെല്ലിന് മുമ്പിൽ വെച്ചിട്ട് മർദ്ദിക്കുന്നു. കുറേ പറഞ്ഞു ഫോൺ ഡിലീറ്റ് ആയി, ലോക്കർ നിർത്താൻ പറഞ്ഞു, ഒന്നും ചെയ്തു കൊടുത്തില്ല. ഇനി കുറേ പിന്നെ ഉപദ്രവിച്ച്. എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. രതീഷ് വാസുദേവൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇയാൾ ഈ സ്റ്റേഷനിലേക്ക് വരുന്നതും അവിടെ നിന്ന് എന്തോ പോലീസുകാരോട് പറയുന്നത് കേൾക്കാം. ആദ്യം പോലീസുകാർ അത് എന്തോ പറയാൻ ശ്രമിക്കുന്നു, പിന്നീട് ഇയാളെ ബലാത്കാരമായി പിടിക്കുന്നത് കാണുന്നു. ഇപ്പോൾ അവിടെ ഈ നടന്നത് എന്തെന്നാണ് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്? പോലീസുകാരുടെ വിശദീകരണം എന്താണ് രതീഷ് ഈ വിഷയത്തിൽ? സേതു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം സേതു, ജനമൈത്രി പോലീസിൻ്റെ വലിയ പല കാര്യങ്ങളും വലിയ അഭിമാനത്തോടെ അല്ലെങ്കിൽ വലിയ ആദരവോടെയും കാണുന്ന ഒരു പൊതുസമൂഹമുണ്ട്. എന്നാൽ ഇതിന് വിഭിന്നമായി ചില പെരുമാറ്റം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നു. അത് മുൻപും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ വിവാദങ്ങളെ തുടർന്ന് പുറത്തു വരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നുണ്ടായ സംഭവമാണ്. ഒരു ചെറിയ നിസ്സാരമായ ഒരു വണ്ടി പരസ്പരം ഇടിക്കുന്നു, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു, പോലീസ് ഇടപെടുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുപക്ഷത്തെ ആളുകളെയും വിളിക്കുന്നു. അവിടെ എത്തുമ്പോൾ വാദി പ്രതിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, നടപടി എടുക്കുന്നില്ല. ആ സമയത്ത് പരാതിക്കാരൻ സ്വാഭാവികമായിട്ടും മൊബൈലിൽ ഈ വിഷയങ്ങളൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് പ്രകോപിതനാവുന്നു. വളരെ നിസ്സാര കാര്യത്തിൽ വലിയ മർദ്ദനം അഴിച്ചുവിടുന്നു യുവാക്കൾക്കെതിരെ. എന്നാൽ ഇത് സംബന്ധിച്ച് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൽ ഈ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കിട്ടുക എന്ന ലക്ഷ്യം വെച്ച് പരാതി നൽകുമ്പോഴും എന്നാൽ നടപടി ഉണ്ടാകുന്നില്ല, അത് ലഭിക്കുന്നില്ല, സാങ്കേതിക കാരണങ്ങൾ എന്നാണ് മറുപടി നൽകുന്നത്. തുടർന്ന് പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു, 2 പോലീസുകാരെ മാറ്റി നിർത്തുന്നു. ഇതിൽ അവസാനിക്കുകയാണ് ആ വിഷയം. തുടർന്ന് നടപടി കൂടുതൽ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ സഹോദരങ്ങൾ പരാതി നൽകിയെങ്കിലും പോലീസ് അത് പരിഗണിക്കുന്നില്ല. പോലീസ് പറയുന്നത് നടപടി കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തു, ഈ കേസ് ഇവിടെ അവസാനിച്ചു എന്ന രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. പക്ഷേ ഈ വിവാദത്തോടെ ഈ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വീണ്ടും പരാതി നൽകാനും മുന്നോട്ട് പോകാനാണ് സഹോദരങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും പോലീസിൻ്റെ ഈ ഇത്തരത്തിൽ ഒരു സാമാന്യ മര്യാദയുമില്ലാതെ നീതി ഒക്കെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നിരവധി ഉണ്ട് എന്ന് പുതിയ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വരുന്നത് വലിയ തരത്തിൽ പോലീസിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ട് പ്രതിരോധത്തിലാക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. CCTV ദൃശ്യങ്ങൾ നടന്നിട്ട് ഒരു വർഷമല്ലേ സംഭവം? അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഒരു നീതി നിഷേധം വന്നപ്പോൾ തന്നെ ഈ കുടുംബം പരാതിയുമായൊക്കെ രംഗത്ത് വന്നതാണോ?
തീർച്ചയായും ആ ഘട്ടത്തിൽ തന്നെ CCTV ദൃശ്യങ്ങൾ അതായത് 2 പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നു, അവരെ മാറ്റി നിർത്തുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഇത് പോരാ, ഇതല്ല യഥാർത്ഥത്തിൽ ഇവർ ക്രൂരമായി മർദ്ദിച്ചു, ഇവർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ആ ഘട്ടത്തിൽ തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷേ ഇതിൽ കൂടുതൽ ഈ നടപടി ഈ വിഷയത്തിൽ എടുക്കാൻ കഴിയില്ല എന്ന തീരുമാനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായിട്ടും പരാതി കൊടുത്ത് കാത്തിരിക്കുക എന്ന നിലപാടിലേക്ക് ഈ കുടുംബം വന്നു. പക്ഷേ ഈ സമീപത്തുണ്ടായ വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഇത് സംബന്ധിച്ച പരാതിയുമായി കുടുംബം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും മുൻപ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടായി എന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട് നടപടിയെടുത്തത്, മാറ്റി നിർത്തിയത്. എന്നാൽ അതൊരു സ്വാഭാവികമായ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡ്യൂട്ടിയിലേക്ക് സാധാരണ പോലീസ് സ്റ്റേഷനിൽ മാറ്റൽ മാത്രമാണ് നടന്നത്. അത് പോലീസുകാർക്ക് യാതൊരു തരത്തിലുള്ള ശിക്ഷാ നടപടി എന്ന നിലയിൽ കണക്കാക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പുതിയ നിയമ പോരാട്ടം. ശരി, അപ്പോൾ രതീഷാണ് വിവരങ്ങൾ കോഴിക്കോട് നിന്നും നൽകിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇതിപ്പോൾ നടന്ന സംഭവം പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ പരാതി നൽകാനെത്തിയപ്പോൾ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നാണ് ഈ സഹോദരങ്ങളുടെ ആവശ്യം.